എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025. നിരവധി വിദ്യാർത്ഥികൾ കൂടുതലായി കുറേ സംശയങ്ങളൊക്കെയാണ് നമ്മളോട് നിരന്തരമായിട്ടും ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അതായത് +2 പബ്ലിക് എക്സാം റിസൾട്ട് മറ്റന്നാൾ മെയ് മാസം 22-ാം തീയതി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിരവധി സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സംശയങ്ങളാണ് 200-ൽ, അതായത് +1 100 +2 100. അപ്പോൾ 200-ൽ +2-ലാണ് ഗ്രേസ് മാർക്ക് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഗ്രേസ് മാർക്ക് കണക്കാക്കപ്പെടുമ്പോൾ +1-ലെ മാർക്കും അതുപോലെ തന്നെ +2-ലെ മാർക്കും കണക്കാക്കിയാണ് A+ നിർണ്ണയിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ A+ കിട്ടാൻ എത്ര മാർക്ക് വേണം? ഡി ഗ്രേഡ് കിട്ടിയാൽ പാസ്സാകുമോ? ഡിഗ്രി അഡ്മിഷന് പോകാൻ എത്ര % വേണം? വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 മെയ് മാസം 22-ാം തീയതി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് 200-ൽ A+ ലഭിക്കാൻ എത്ര മാർക്ക് വേണം? അത് +1 100 +2 100. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് 80 മാർക്കിൻ്റെ എക്സാമിൽ ഏതാണ്ട് 72 അതിന് മേലേക്കോ ലഭിക്കുമ്പോഴാണ് പ്രിയ വിദ്യാർത്ഥിനികൾ എന്ത് ചെയ്യുന്നത്? A+ലേക്ക് കടക്കുന്നത്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 100-ൽ നിങ്ങൾക്കൊരു എന്ത് ചെയ്യണം? 200-ൽ എന്ത് ചെയ്യണം? സി മാർക്കും എല്ലാം കൂടെ കൂട്ടി A+ തക്കതായിട്ട് വരണമെങ്കിൽ ഒരു 192 അതിന് മേലേക്കോ ആണ് A+ മാർക്കായിട്ട് പരിഗണിക്കപ്പെടുന്നത് 200-ൽ വരുമ്പോൾ. അപ്പോൾ 80 മാർക്കിൻ്റെ എക്സാം ആകുമ്പോൾ +1 100 +2 100. അതിൽ 80 മാർക്കിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ 80 മാർക്കിൻ്റെ എക്സ്റ്റേണൽ അത് നിങ്ങൾ എഴുതിയെടുക്കുന്നത് 80 മാർക്ക് എക്സ്റ്റേണലും 20 മാർക്ക് ഇൻറ്റേർണലും, അങ്ങനെയാണ് ടോട്ടൽ 100 വരുന്നത്. അപ്പോൾ അതിൽ 72 മാർക്ക് ഒരു വിദ്യാർത്ഥി എഴുതിയെടുക്കുന്നു. അപ്പോൾ 20 മാർക്ക് സിയും കൂടെ കിട്ടുമ്പോൾ 92. അപ്പോൾ അങ്ങനെ വരുമ്പോൾ A+ ആകുന്നു. 200 എന്ന് വരുമ്പോൾ 200-ൽ 192 അതിന് മേലേക്കോ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആ ഒരു സബ്ജക്റ്റിൽ A+ കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് A+ൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ക്ലിയർ ആയില്ലെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പറഞ്ഞത് ഈ 3 മിനിറ്റിൽ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് +1 100 +2 100 ടോട്ടൽ 200-ൽ നിങ്ങൾക്ക് 192 മാർക്ക് 192 അതിന് മേലേക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് +2-ൽ A+ ഉറപ്പാണ്. ഇനി ഡി ഗ്രേഡ് കിട്ടിയാൽ ജയിക്കുമോ? ഡി ഗ്രേഡ് കിട്ടിയാൽ പാസ്സാകും, ജസ്റ്റ് പാസ്സാണ്. ഒരിക്കലും ആയിക്കൂടാ. എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലാണ്. ഡിക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ബിലോ ആവറേജ് പോലും, അത് ഏറ്റവും ബിലോയിലേക്ക് പോകും. നിങ്ങൾ ഫെയിലായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഡി ഗ്രേഡ് കിട്ടിയാൽ പാസ്സാകും. ഇപ്പോൾ 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കും അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ എക്സാമിൽ 80 മാർക്കിൻ്റെ എക്സാമിൽ 24-ഉം 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡി ഗ്രേഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് പാസ് മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കാണുകയുള്ളൂ. കാര്യമായ രീതിയിലുള്ള പെർസെൻറ്റേജോ കാര്യങ്ങളോ ഒന്നും കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു +2 മതി, നിങ്ങൾക്ക് +2 ഒന്ന് പാസ്സായി പോയാൽ മതി എന്നിങ്ങനെ മാത്രമേ ആഗ്രഹമുള്ളെങ്കിൽ നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കും 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കും നിങ്ങൾ എഴുതി വാങ്ങിയാൽ മതി. നിങ്ങൾക്ക് +2 ഒന്ന് ജസ്റ്റ് പാസ്സായാൽ മതി. +2 ഒന്ന് പാസ്സായാൽ മതി. എനിക്ക് വലിയ പെർസെൻറ്റേജോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. എങ്ങനെയും ഒന്ന് +2 കയറി കിട്ടിയാൽ മതി എന്നാഗ്രഹമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയാകും. 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കും അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കും. +2 റിസൾട്ട് മറ്റന്നാൾ വരികയാണ്. ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ എത്ര % വേണം? എബവ് ഒരു 80% മേലെ വിദ്യാർത്ഥികൾക്ക് വേണം. എന്നാൽ മാത്രമാണ് ഡിഗ്രി പോലുള്ള കോഴ്സുകൾക്ക് പ്രിയ വിദ്യാർത്ഥിനികൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. എന്തായാലും പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ ഡിഗ്രി പോലുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞു ഡി ഗ്രേഡ് കിട്ടിയാലൊക്കെ പാസ്സാകും. ബട്ട് നിങ്ങൾക്ക് ഡിഗ്രി പോലുള്ള നല്ല അഡ്മിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഡിഗ്രി കോഴ്സുകൾ പോലെയുള്ള നല്ല അഡ്മിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ
ഈ 80 മാർക്കിൻ്റെ എക്സാമിൽ 24 അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കും കിട്ടിയാൽ പോരാ. 80 മാർക്കിൻ്റെ എക്സാമിൽ 24 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കും കിട്ടിയാൽ പോരാ. നല്ല മാർക്ക് എടുക്കണം. നല്ല മാർക്ക് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു 80% മേലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഒരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി സീറ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനാണെങ്കിൽ മോസ്റ്റ് പ്രോബബിളി പറഞ്ഞാൽ നിങ്ങളൊരു 80% മേലെ 80 നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ മാർക്ക് വളരെ ഒരു ഇഷ്യൂ ആയിട്ട് വരും. ഇപ്പം ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ +2 പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ +2% എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. നിങ്ങളിപ്പോൾ അലോട്ട്മെൻറ്റുകൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് കയറിയ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പട്ടികയും നിങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്നും നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ പ്രിയ വിദ്യാർത്ഥിനികൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത് അഡ്മിഷൻ കയറിയത് ഒരു 80 മേലെ. മിക്ക ഗവൺമെൻറ് കോളേജുകളിലും കയറിയത് ഒരു 75 or 80 മേലെയൊക്കെയാണ്. അതും ഈ 75 കയറിയിട്ടുണ്ടെങ്കിൽ അതും സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ മാത്രമാണ് ഈ 75 കയറാറ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ 100, 99, 98, 97, 96 അങ്ങനെയൊക്കെയാണ്. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ 95 അങ്ങനെയൊക്കെ പുറകോട്ട് വരും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് +2 പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത് +2 നിങ്ങൾ എത്രത്തോളം പെർസെൻറ്റേജ് നിങ്ങൾ എഴുതിയെടുത്തോ. +2 ഇപ്പോൾ ടോട്ടൽ സംഖ്യ എന്ന് പറഞ്ഞാൽ +1 600 +2 600 +1 600 +2 600 ടോട്ടൽ 1200 എന്ന വലിയ സംഖ്യയാണ് നിങ്ങൾ കരസ്ഥമാക്കേണ്ടത്. ഈ 1200 എന്ന വലിയ സംഖ്യ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ ഈ 1200 എന്ന വലിയ സംഖ്യയിൽ നിന്നും നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു, നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ചോദ്യം അവിടെ അളക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ ഒരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി പഠിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത് ഈ 1200 എന്ന വലിയ സംഖ്യയിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു. ഈ 1200 +1 600 +2 600 അപ്പോൾ ഈ 1600 എന്ന വലിയ സംഖ്യയിൽ നിങ്ങൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തു, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ളത് ബേസ് ചെയ്തിരിക്കും നിങ്ങളൊരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കണോ വേണ്ടയോ എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് പാസ് മതിയെങ്കിൽ 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കും അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കും മതി. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് കാരണം നിങ്ങൾക്ക് +2 ഒന്ന് ജയിച്ചാൽ മതി. നിങ്ങൾക്ക് ഡിഗ്രി ഒന്നും പോകണമെന്ന് ആഗ്രഹമില്ല. ഒന്ന് +2 ഒന്ന് പാസ്സായാൽ മതി. അറ്റ്ലീസ്റ്റ് എനിക്ക് +2 ഒന്ന് പാസ്സായാൽ മതി. എങ്ങനെയുണ്ടെങ്കിൽ 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കും 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കും. നിങ്ങൾക്ക് +2 ഒന്ന് ജസ്റ്റ് പാസ്സായാൽ മതി എന്നുണ്ടെങ്കിൽ വേറെ ആവശ്യങ്ങളൊന്നും ഒന്ന് +2 ഒന്ന് കരകയറി പോയാൽ മതി. അങ്ങനെയെങ്കിൽ അത്ര മാർക്ക് മതി. 200 A+ കിട്ടാൻ എത്ര മാർക്ക് വേണം നോക്കുന്നത് വിദ്യാർത്ഥികളോട് +1 100 +2 100 അങ്ങനെയാണ് ടോട്ടൽ 200 വരുന്നത്. 200 വരുമ്പോൾ 192 അതിന് മേലേക്ക് 192 അതിന് മേലേക്കും ഉള്ളതെല്ലാം A+ ആയി മാറുന്നതാണ്. എന്തായാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വിദ്യാർത്ഥികൾ മുന്നേറുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്നും കൂടെ കാണുക. എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മാക്സിമം മറുപടി തരാൻ ശ്രമിക്കാം. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ താരെ കമൻറ്റ് ചെയ്യുക. ഒരേ സംശയം തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കർദ, ഫൗണ്ടർ ഓഫ് സ്കൈ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.